ഡ്രൈവർമാരുടെ അശ്രദ്ധ കൊണ്ട് മാത്രം ഈ നിരത്തുകൾ ജീവൻ പൊലിയുന്ന ആളുകളുടെ എണ്ണം കൂടി വരുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ന്യൂ ഇയർ ദിനമായിട്ട് ഒരു കുഞ്ഞു ജീവനാണ് ഇദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ വണ്ടി ഓടിച്ചിരിക്കുന്ന വ്യക്തിയുടെ അശ്രദ്ധ മൂലം കൃത്യമായിട്ട് പൊലിഞ്ഞിരിക്കുന്നതെന്നുള്ളൊരു വാർത്ത അല്ലെങ്കിൽ വിവരങ്ങളാണ് പുറത്തു വരുന്നതെന്ന് പറയുന്നത്. അതായത് കണ്ണൂരിലെ കുറുമാത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തെ ചിന്മയ സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിട്ടുള്ള നേധ്യ എന്ന് പറയുന്ന കുഞ്ഞു ജീവനാണ് മരണപ്പെടുന്നതെന്ന് പറഞ്ഞത്. അതിൽ കൃത്യമായിട്ട് ഡ്രൈവർ എന്ന് പറയുന്ന നിസാർ ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ട് ഈ പറയുന്ന മാധ്യമങ്ങൾക്ക് നൽകിയിരിക്കുന്ന വാർത്തയിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നത്, വണ്ടി കുറേയധികം കാലപ്പഴക്കം ഉണ്ടായിരുന്നു, ബ്രേക്കിങ്ങിൽ പ്രശ്നം ഉണ്ടായിരുന്നു, സ്കൂളിൽ ഈ പറയുന്ന അധികൃതരുമായിട്ട് അത് വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു അവധിക്കാലം കഴിയുന്നത് വരെ ഈ ബസ് തന്നെ കണ്ടിന്യൂ ചെയ്യുക എന്നൊരു സംഭവമാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പുറത്ത് വന്നിരിക്കുന്ന വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ ഞെട്ടിക്കുന്നത് തന്നെയാണ്. കാരണം ആ വ്യക്തിയുടെ, നിസാം എന്ന് പറയുന്ന ആ വ്യക്തിയുടെ വാട്സപ്പിൽ നിന്ന് കൃത്യമായിട്ട് സ്റ്റാറ്റസ് അപ്ലോഡ് ചെയ്യപ്പെട്ടുള്ള ടൈം എന്ന് പറയുന്നത് 4:03 എന്ന് പറയുന്നതാണ്. CCTVയിൽ ഈ ഒരു ബസ് മലക്കം മറിഞ്ഞ് 3 തവണ കുന്നിൻ മുകളിൽ നിന്ന് മലക്കം മറിഞ്ഞ് താഴേക്ക് നിരത്തിലേക്ക് പതിച്ചിരിക്കുന്ന ടൈമും കൃത്യമായി 4:03 എന്നുള്ളത് തന്നെയാണ്. ഇതിനടിസ്ഥാനം ആ ഒരു ദൃശ്യം കൃത്യമാണെങ്കിൽ വന്നിരിക്കുന്ന വിവരമനുസരിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ബസ് ഓടിച്ചുകൊണ്ടേയിരിക്കുന്ന അവസ്ഥയിൽ അയാൾ കൃത്യമായിട്ട് വാട്സപ്പിൽ സ്റ്റാറ്റസ് അപ്ലോഡ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ശ്രദ്ധ മാറും. അയാളുടെ അശ്രദ്ധ കൊണ്ട് മാത്രമാണ് ആ കുഞ്ഞു ജീവൻ 3 തവണ മലക്കം മറിയുന്ന സമയത്ത്, ഫ്രണ്ടിൽ അത്രയും അധികം ആഘാതം ഉണ്ടാകുന്ന സമയത്ത് ഏറ്റവും ഫ്രണ്ടിലിരുന്ന ആ കുഞ്ഞ് നിരത്തിലേക്ക് പതിഞ്ഞ് വണ്ടിയുടെ അടിയിലായി ചതഞ്ഞരഞ്ഞ് മരിച്ചു എന്ന് പറയുന്നത്. ഇതിന് അയാളുടെ വാർത്ത അല്ലെങ്കിൽ അയാളുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഒരുപാട് ആൾക്കാർ ഇപ്പം തന്നെ വാർത്തയിലൂടെ കണ്ടു കാണും, മീഡിയയിലൂടെ. ആ സമയത്ത് യാതൊരു കൂസലും ഇല്ലാതെ വണ്ടിയുടെ കാലപ്പഴക്കത്തിന് അല്ലെങ്കിൽ ബ്രേക്കിങ്ങിനെ സ്കൂൾ അധികൃതരുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെയാണ് പറയുന്നതെന്ന് പറയുന്നത്. ആ ബസ്സിൽ തന്നെ ഉണ്ടായിരുന്ന 4ാം ക്ലാസ്സുകാരിയായിട്ടുള്ള മറ്റൊരു കുഞ്ഞ് പറഞ്ഞിട്ടുള്ള വിവരമുണ്ട്. 2 പേരാണ് ഡ്രൈവറായിട്ട് വരാറുള്ളത്. അതിൽ ഇന്ന് വന്ന ഈ ഒരു അങ്കിൾ എന്ന് പറയുന്നത് എപ്പോഴും വണ്ടി എടുക്കുന്നത് ഓവർ സ്പീഡിലാണ്, ഭയങ്കര സ്പീഡിലാണ് വണ്ടി എടുക്കുന്നത്. നേരത്തെ വന്നുകൊണ്ടിരുന്ന അല്ലെങ്കിൽ മറ്റൊരു ചേട്ടൻ എന്ന് പറയുന്നത് ഇത്തരത്തിലല്ല, പതുക്കെ മാത്രമേ വണ്ടി കൊണ്ടുപോകാറുള്ളൂ എന്ന് അതിൽ തന്നെ പൊയ്ക്കൊണ്ടിരുന്ന കുട്ടികൾ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മനസ്സിലാക്കണം ഇയാൾ എത്രത്തോളം വണ്ടി ഓടിക്കാൻ യോഗ്യനാണ്, അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ മരണത്തിന് കൃത്യമായി കാരണം ആരാണെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇതിൽ നിന്ന് മറ്റൊരു കാര്യം കൂടി വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, അതിനകത്ത് ഡ്രൈവർ ഉണ്ടായിരുന്നു, കുഞ്ഞു കുട്ടികളാണ്, സ്വാഭാവികമായിട്ടും ഉണ്ടായിരുന്നു. അവരും പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടിട്ടുണ്ട്. ചെറിയ പരിക്കുകളാണെന്നാണ് പറയുന്നത്. പക്ഷേ അവർ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള മറുപടി കിട്ടിയിരിക്കുന്നത്, ഇല്ല വണ്ടി അത്യാവശ്യം നല്ല സ്പീഡൊന്നുമല്ല, സാധാരണഗതിയിൽ തന്നെയാണ് പോയിരുന്നതെന്ന്. പക്ഷേ ഇതിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, ഒരു ആയയെ വണ്ടിയിൽ നിയമിച്ചിരിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ സുരക്ഷയെ നോക്കുന്നതിന് വേണ്ടി തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓവർ സ്പീഡിലായിരുന്ന ഒരു വണ്ടിക്കകത്ത് ആ ഡ്രൈവറിനെ നിയന്ത്രിക്കാനുള്ള കൃത്യമായിട്ടുള്ള ചുമതല, കടമ ആ ആയയുടെ പക്കലുണ്ടായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ ഓവർ സ്പീഡിലായിരുന്നു, അതുമൂലമാണ് ഈ വണ്ടിക്കൊരു ആക്സിഡൻറ്റ് പറ്റിയേ എന്നൊരു സംഭവം വന്നു കഴിഞ്ഞാൽ അവിടെ ഇവരും കൂടി തൂങ്ങുന്നൊരവസ്ഥയിലേക്ക് പോകും. ചെറിയൊരു രീതിക്കെങ്കിലും പഴിയെങ്കിലും കേൾക്കേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും അയാളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക, അല്ലെങ്കിൽ വണ്ടി നേരെ ആയിരുന്നു എന്ന് പറയാൻ മാത്രമേ അവർക്ക് നിർവാഹമുള്ളൂ. ഇവിടെ മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പരിശോധനയിലും മറ്റും അറിയപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, 14 വർഷത്തിൽ അധികം പഴക്കമുണ്ട് ഈ വണ്ടിക്ക്. പക്ഷേ ബ്രേക്കിങ്ങുമായിട്ട് യാതൊരു വിധത്തിൽ ബ്രേക്കിംഗ് തകരാറില്ലെന്നാണ് പറയുന്നത്. ഇവിടെ നിസാം പറയുന്നൊരു കാര്യമാണ്, അത് കൃത്യമായിട്ട് എല്ലാവർക്കും ഊഹിക്കാൻ പറ്റും. ഇത്രയും മുകളിലാണ് വരുന്നതെന്ന് പറയുന്നത്. അപ്പം വണ്ടി പെട്ടെന്ന് തെന്നി മാറിയെന്നോ എന്തോ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും വിശ്വാസത്തിലെടുക്കില്ല. അപ്പം ബ്രേക്കിങ്ങിൽ പ്രശ്നം ഉണ്ടായിരുന്നു, ബ്രേക്ക് പിടിച്ചിട്ട് കിട്ടിയില്ല, ചവിട്ടിയിട്ട് കിട്ടിയില്ല, അങ്ങനെയാണ് മലക്കം മറിഞ്ഞതെന്ന് മാത്രമേ അയാൾക്ക് പറയാൻ കഴിയൂ. യഥാർത്ഥത്തിൽ ആ വന്നിരിക്കുന്ന സ്റ്റാറ്റസിൻ്റെ അപ്ഡേഷനുമായിട്ട് എടുത്ത് നോക്കുന്ന സമയത്ത് അത് സത്യമായിട്ടുള്ള വാർത്തകൾ, നമുക്ക് ഫോട്ടോയിൽ ഈ പറയുന്ന അതിൻ്റെ ദൃശ്യങ്ങൾ വരെ പുറത്ത് വന്നിട്ടുണ്ട്, അത് ഞാൻ ഇട്ടിട്ടുമുണ്ട്. അപ്പോൾ അത് സത്യമാണെങ്കിൽ കൃത്യമായിട്ട് അയാൾ ഇത്രയും വലിയ അലംഭാവത്തിലൂടെയാണ് വണ്ടി ഓടിച്ചതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇന്ന് രാവിലെ മറ്റൊരു സ്വകാര്യ ബസ്സിലെ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു, വണ്ടി ഓടിക്കുന്നതിനിടയിൽ അത്രയും അലംഭാവമായിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു കൈയിൽ മൊബൈൽ ഫോണിൽ സംസാരം, മറ്റൊരു കൈ കൊണ്ട് മാത്രം ഈ പറയുന്ന ഡ്രൈവിംഗ് നടത്തുന്ന ഒരാൾ. അയാളെ ഈ പറയുന്ന സസ്പെൻഡൊക്കെ ചെയ്തിട്ടുണ്ട്, അയാളുടെ ലൈസൻസൊക്കെ 1 മാസത്തേക്കോ എത്രയോ മാസത്തേക്കോ ചെയ്തിട്ടുണ്ട്. ആ വാർത്തയ്ക്ക് തൊട്ട് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ദാരുണമായിട്ടുള്ള സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിന് തൊട്ട് പിന്നാലെയായിട്ട് കുറച്ച് മുന്നായിട്ട്, അതായത് ഒരു 10-11 മണി വാർത്തയിൽ, അതിന് മുന്നേ ഒരു പക്ഷേ സംപ്രേഷണം നടന്നിട്ടുണ്ടായിരിക്കും. എന്തായാലും ഞാൻ കാണാനിടയായത് നമ്മുടെ ഗതാഗത മന്ത്രിയായിട്ടുള്ള ഗണേഷ് കുമാർ വന്ന് പറയുന്ന ചില അധികം കാര്യങ്ങളുണ്ട്. പലപ്പോഴും അദ്ദേഹം പറയുന്ന കാര്യങ്ങളെ
എതിർക്കാനാണ് ആളുകൾ ശ്രമിച്ചിട്ടുള്ളതെന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹം ഇന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും ശ്രദ്ധേയമായിട്ട് അല്ലെങ്കിൽ നടപ്പിലാക്കേണ്ട ചില കാര്യങ്ങളാണ്. അതായത് നിരന്തരമായിട്ട് അദ്ദേഹം പറഞ്ഞ ഇത്തരത്തിലാണെന്ന് തോന്നുന്നു, 6 വട്ടമൊക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, അതായത് ചെറിയ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ, പിഴവുകളൊക്കെ റോഡ് നിരത്തിൽ ഡ്രൈവർമാർ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് 1 വർഷത്തേക്കൊക്കെ ഇത്തരത്തിലുള്ള ലൈസൻസ് റദ്ദാക്കുക, പിന്നീട് വീണ്ടും തുടർച്ചയായി 10 വട്ടം അങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത് അല്ലാതെ ആജീവനാന്തമാക്കി മാറ്റുക. അങ്ങനെ കുറച്ചധികം നിർദ്ദേശങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളല്ല, അത് പ്രാബല്യത്തിൽ തന്നെ വരുത്തേണ്ട ഒരു കാര്യമാണ്. ഇന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം നിരത്തുകളിൽ ജീവൻ പൊലിയുന്നവരുടെയും ഈ ജീവൻ എടുക്കുന്നവരുടെയും അറിഞ്ഞുകൊണ്ടും അറിയാതെയും പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇവിടെ എന്ത് തന്നെ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് വീണ്ടും വണ്ടി ഓടിക്കാൻ പറ്റും, ഇവിടെ യാതൊരു തരത്തിലുള്ള കുരുക്കുകളും നിയമങ്ങളും നമുക്ക് മുന്നിലേക്ക് എത്തില്ല എന്നുള്ള വല്ലാത്തൊരു കോൺഫിഡൻസ് മാത്രമാണ് ഇങ്ങനെ അശ്രദ്ധമായിട്ട് വണ്ടി ഓടിക്കാൻ ആൾക്കാരെ പ്രേരിപ്പിക്കുന്നത്. എത്രയോ ആൾക്കാരെ സീറ്റ് ബെൽറ്റ് ഇടാതെ വണ്ടി ഓടിക്കുന്നുണ്ട്, വണ്ടിയിൽ ഇരിക്കുന്നുണ്ട്, അതിലപ്പുറത്തേക്ക് പലപ്പോഴും മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നുണ്ട്, അത്രയും അമിതമായിട്ടുള്ള സ്പീഡിലൂടെ പോകാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു KSRTC ബസ്സുമായിട്ട് ബന്ധപ്പെട്ട്. ഇത് നിരന്തരമായിട്ട് നടക്കുന്നുണ്ട്. അത് ഇട്ട് കുറച്ച് 2-3 ദിവസങ്ങൾക്ക് മുന്നേ തന്നെ ഒരു വാർത്തയും വന്നിട്ടുണ്ടായിരുന്നു. KSRTC ബസ് ഒരു കാറിലേക്ക് ചെന്നിട്ട് ചീറി. ഒന്നൊന്നല്ല, പല വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിലൊക്കെ കൃത്യമായിട്ട് ഈ ഒരു റെഡ് മാർക്ക് വന്നു കഴിഞ്ഞാൽ, ഡ്രൈവിംഗ് ലൈസൻസിൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിരത്തുകളിൽ ജീവൻ പൊലിയുന്നവരുടെ എണ്ണം കുറയ്ക്കാൻ അത് വല്ലാത്ത രീതിക്ക് പ്രയോജനപ്പെടും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള നിയമങ്ങളാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ പ്രാബല്യത്തിൽ കൊണ്ടുവരേണ്ടത്. ഇതുപോലുള്ള നിയമത്തിലാണ് ഭേദഗതികൾ വരുത്തേണ്ടത് എന്ന് കഴിഞ്ഞാൽ മാത്രമേ ഇത്തരത്തിലുള്ളൊരു ഗതാഗത മന്ത്രിക്ക് ഇവിടെ കൃത്യമായിട്ട് കാര്യപ്രസക്തിയുള്ളൂ, നിയമങ്ങൾക്ക് കാര്യപ്രസക്തിയുള്ളൂ, ഇവിടെ കൃത്യമായിട്ട് കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഒന്നും അറിയാത്ത ഒരു ന്യൂ ഇയർ ദിനത്തിൽ പുതിയൊരു വർഷത്തിൻ്റെ പ്രതീക്ഷയിലേക്ക് ആ രക്ഷിതാക്കൾ കുട്ടിയെ പറഞ്ഞു വിടുന്നു. ആ കുഞ്ഞു ജീവൻ സ്കൂളിൽ പോയി അത് ആഘോഷിക്കുന്നു. തിരിച്ച് രക്ഷിതാക്കളുടെ അടുത്തേക്ക് ഓടി വരാനുള്ള ഓരോ കുട്ടികൾക്കുമുള്ള വ്യഗ്രത കൃത്യമായിട്ട് കാണും. അപ്പം ആ കുഞ്ഞിൻ്റെ പ്രതീക്ഷകളാണ്, ആ കുടുംബത്തിൻ്റെ പ്രതീക്ഷകളാണ്, ആ മാതാപിതാക്കളുടെ കണ്ണീരാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത്. അപ്പം അറിഞ്ഞുകൊണ്ടാണ്, കാരണം ഇത്രയും കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സ്റ്റാറ്റസ് അപ്ലോഡ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഏറ്റവും, വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഇത് ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും ഗുരുതരമായിട്ടുള്ള വീഴ്ച തന്നെയാണ്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്ന് പറയുന്നത് കൃത്യമായിട്ടൊരു നരഹത്യ തന്നെയാണ്. അങ്ങനെ തന്നെയാണ് എടുക്കേണ്ടത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്നൊന്നും പറയാൻ പറ്റത്തില്ല, അറിഞ്ഞുകൊണ്ടുള്ള നരഹത്യ എന്ന് തന്നെ പറയാനുള്ളത്. കാരണം ഒരു വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ എന്ന് പറയുമ്പം എപ്പോഴും അത് ഏത് തരത്തിലുള്ള വാഹനം ആയിക്കഴിഞ്ഞാൽ പോലും അതിനകത്ത് ഒരാൾ ഈ പറഞ്ഞ സഹയാത്രികരായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ യാത്രികനായിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവൻ കൂടിയാണ് നമ്മൾ കയ്യിൽ വെച്ച് മുന്നോട്ട് പോകുന്നതെന്നൊരു ചിന്ത ഏറ്റവും കൂടുതൽ വേണ്ടത് വണ്ടി ഓടിക്കുന്നവർക്കാണ്. അത് ബസ്സായാലും കാറായാലും ലോറി ആയാലും ഇനി ഏത് തരത്തിലുള്ള വാഹനങ്ങളായാലും. അപ്പം കുഞ്ഞു കുരുന്നുകളെ കൊണ്ടുപോകുന്ന വാഹനം ഓടിക്കുന്ന വ്യക്തികൾ അതിൽ നിന്നും ഏറ്റവും ശ്രദ്ധാലുക്കളായിട്ട് വേണം വണ്ടി ഓടിക്കാൻ എന്ന് പറയുന്നത്. കാരണം അത്രയും പിഞ്ചു കുഞ്ഞുങ്ങളാണ്. അവർ ലോകത്തിൻ്റെ നിറങ്ങളോ അറിവോ ഒന്നും പകർന്ന് ഇതുവരെ തുടങ്ങിയിട്ട് പോലും ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്ന സമയത്ത് ഈ ഓവർ സ്പീഡ് അല്ലെങ്കിൽ ആ സമയത്ത് മൊബൈൽ ഫോൺ യൂസ് ചെയ്യുക, അതിൽ സ്റ്റാറ്റസ് ഇടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ശിക്ഷ അർഹിക്കുന്ന തരത്തിലുള്ള തെറ്റ് തന്നെയാണ്. അതിൽ നിന്ന് ഊരിപ്പോകാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യുമെങ്കിലും നമ്മുടെ ഗതാഗത വകുപ്പ് അല്ലെങ്കിൽ മന്ത്രി കൃത്യമായിട്ട് ഇതിൽ ഇടപെട്ടുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. ഈ പറയുന്നത് പോലെ അദ്ദേഹം ഇന്നലെ പറഞ്ഞതുപോലെയുള്ള റെഡ് മാർക്ക് പോലുള്ള സിസ്റ്റങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ ഇവിടെ കൂടുതൽ പ്രാബല്യത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിരത്തുകളിലെ ജീവൻ പൊലിയുന്നവരുടെ എണ്ണത്തിൽ ഒരുപാടധികം എണ്ണം കുറയ്ക്കാൻ കഴിയും. അത് വലിയൊരു ഉപകാരമാവും ഓരോ ജനങ്ങൾക്കും. കാരണം എത്ര കൃത്യതയോടുകൂടി എല്ലാ ട്രാഫിക് നിയമങ്ങളെയും പാലിച്ചുകൊണ്ട് അത്രയും സ്പീഡ് കുറച്ചുകൊണ്ട് ശ്രദ്ധാപൂർവം പോകുന്ന ആൾക്കാരുടെ മുകളിലേക്ക് പോലും പല വണ്ടികളും വന്ന് പാഞ്ഞു കയറുന്നത് അവരുടെ അശ്രദ്ധ കൊണ്ടാണ്. അപ്പം എല്ലാവർക്കും നിരത്തിലിറങ്ങുന്ന സമയത്ത് ഓവർ കോൺഫിഡൻസ് എന്ന് പറയുന്നൊരു സാധനം പാടില്ല. കൃത്യമായിട്ട് നമ്മുടെ ജീവനും ഓപ്പോസിറ്റ് വരുന്നവരുടെ ജീവനും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇത്തരത്തിലുള്ളൊരു കയ്യബദ്ധം പറ്റിക്കഴിഞ്ഞാൽ ഇനി ഒരിക്കലും എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല, സ്വാഭാവികമായിട്ടും ഇതിന് ഇത്രയും വർഷം എനിക്ക് ജയിലിൽ കിടക്കേണ്ടി വരും എന്നൊരു കൃത്യമായിട്ടുള്ളൊരു നിയമത്തിലേക്ക്, കർക്കശമായിട്ടുള്ള നിയമത്തിലേക്ക് കൊണ്ടെത്തിച്ചാൽ മാത്രമേ ഇവർക്കൊക്കെ കൃത്യമായിട്ട് നിയമത്തിനോടൊരു പേടി വരുള്ളൂ, നിയമങ്ങൾ പാലിക്കാൻ തുടങ്ങുള്ളൂ, ഈ ജീവനുകളുടെ എണ്ണം ഇവിടെ നിലനിർത്താൻ പറ്റുള്ളൂ.